മതങ്ങൾ മനുഷ്യരെ വേർതിരിക്കുന്ന മതിലുകളല്ല എന്നാണ് വളരെ നിഷ്കളങ്കമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് മതധ്രുവീകരണം നടത്തുവാൻ വേണ്ടിയിട്ട് പക്ഷെ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുമുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്കോ യാതൊരു മടിയുമില്ല എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. വിഎച്ച്പി പ്രവർത്തകരുടെ നടപടിയെ വിമർശിച്ചുകൊണ്ടാണ് പാലക്കാട് ക്രൈസ്തവ വിശ്വാസത്തെ ഒരു ഒരു വിദ്വേഷത്തിന്റെ ഭാഗമാക്കി കാണാൻ വേണ്ടിയിട്ട് ഈ പ്രവർത്തകർ ശ്രമിക്കുന്നു. അത് വലിയൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ ഒരു മതസൗഹാർദ്ദത്തെ ഊട്ടിയുറപ്പിച്ച അല്ലെങ്കിൽ അതിൻ്റെ വലിയ വലിയ ചരിത്രമുള്ള ഒരു നാടിനെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് പിണറായി വിജയൻ വിമർശിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ കാലാകാലങ്ങളായിട്ട് മതധ്രുവീകരണം നടത്തുന്ന ഒരു പാർട്ടി തന്നെയല്ലേ. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരു പരിഷ്കൃത സമൂഹത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായ ചില അവകാശങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ ന്യൂനപക്ഷങ്ങൾക്ക് ലഭ്യമാകുന്ന അവകാശങ്ങൾ അത് നൽകുന്നതും ന്യൂനപക്ഷ പ്രീണനവും രണ്ട് കാര്യങ്ങളാണ്. വളരെ വ്യക്തമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങളെ ഒരു വോട്ട് ബാങ്കാക്കി മാറ്റി അത് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും നടന്നു വരുന്നത്. അതൊരു പരിഷ്കൃതമായ ആശയമായിട്ട് അവർ കരുതുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ മനുഷ്യനെ ഒരുമിപ്പിക്കാനുള്ളതാണ്. ഏത് ആഘോഷങ്ങളായാലും ഉത്സവങ്ങളായാലും പ്രാദേശികമായ ഉത്സവങ്ങളായാലും വലിയ ഉത്സവങ്ങളായാലും ഇതൊക്കെ മനുഷ്യനെ ഒരുമിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണ് ആവേണ്ടത്. ഇപ്പോൾ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ഇടയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ഇടയിലേക്ക് വിഎച്ച്പി പ്രവർത്തകർ കരോൾ സംഘത്തെ ആക്രമിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വാർത്തകളാണ് ഈ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹം ഒരു പോസ്റ്റ് വിട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വിശദമായിട്ട് ഇക്കാര്യങ്ങൾ ക്രിസ്മസ് ആശംസകൾ നേരുന്നതിനോടൊപ്പം ഈ കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിന്റെ രാഷ്ട്രീയമായ വശം ആലോചിച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJP രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷങ്ങളോട് പ്രത്യേകിച്ച് കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തോട് വലിയ ഒരു ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയും അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അവസരമാണ് ഇപ്പോഴെന്നുള്ളത്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും അങ്ങനെ തന്നെയാണ്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിൻ്റെ ഇതിൽ പങ്കെടുക്കുകയും അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും പിന്നെ മന്ത്രി ജോർജ് കുര്യൻ്റെ ഭവനത്തിലെത്തുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു, നമ്മൾ അറിഞ്ഞു, നമ്മൾ കണ്ടു. കേരളത്തിലാണെങ്കിലും ക്രിസ്തു ദിനങ്ങളിൽ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് എത്തുവാനും അവരുമായി സംവദിക്കുവാനും ഒക്കെയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി തയ്യാറാക്കി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് BJP എന്ന് പറയുന്നത്. അതിനെ അതിശക്തമായി വിമർശിക്കുന്നുണ്ട്. എങ്ങനെ ഇവിടെ മറ്റ് പാർട്ടികൾ BJP ഇതര പാർട്ടികൾ എന്ന് പറയുന്നത് അതിനെ അതിശക്തമായി വിമർശിക്കുന്നുണ്ട്. വർഗീയ ധ്രുവീകരണം നടത്തുന്ന പാർട്ടി ഇങ്ങനെ ചെയ്യുന്നത് തന്ത്രമാണെന്നും നേരത്തെ എന്തുകൊണ്ട് ഇങ്ങനൊന്നും ചെയ്തിരുന്നില്ലെന്നും ഒക്കെ ചോദിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമതായി പറയാനുള്ളത് ബോധപൂർവമായ ഒരു ശ്രമം ഈ BJP രാഷ്ട്രീയത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് അത്തരത്തിനോട് ആഭിമുഖ്യം പുലർത്തുന്ന സംഘടനകളിൽ നിന്നും ബോധപൂർവവും ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഒരു ക്രിസ്തുമസ് ആഘോഷങ്ങളെ പിന്നെ കലക്കുന്നതിനുള്ള ഒരു സംവിധാനം ഈ അവസരത്തിൽ നടത്തുമെന്ന് തോന്നുന്നില്ല. കാരണം അത് അത്ര ഒരു മണ്ടത്തരം അവർ കാണിക്കും എന്ന് നമുക്ക് കരുതാൻ നിവൃത്തിയില്ല. ഇവിടെ പ്രശ്നം പ്രാദേശികമായി ഉണ്ടാകുന്ന വിഷയങ്ങളാവാം. ചിലയിടത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അല്ലെങ്കിൽ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുമല്ലോ. നമ്മൾ മനുഷ്യരുടെ സമൂഹത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അത് പെരുപ്പിച്ച് പർവ്വതീകരിച്ച് ഒരു സംവിധാനമാക്കി മാറ്റി പ്രീണനം നടത്തുന്ന രീതി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതൊരു വലിയ തീപ്പൊരിയായിട്ട് സമൂഹത്തിൽ ആളിപ്പടരുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ വലിയ വലിയ വർഗീയ ലഹളകളുടെ തുടക്കം പോലും അങ്ങനെ ആയിരുന്നു, അങ്ങനെ ആയിട്ടുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ സംയമനത്തോടു കൂടി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണാധികാരികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും ഇത് ആളിപ്പടരാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഇതിന് പ്രചാരം നൽകാതിരിക്കാനുള്ള ഇത്തരം കാര്യങ്ങളെ പർവ്വതീകരിക്കാനുള്ള ഒരു സമീപനം എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനം. പിണറായി വിജയൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ അതിലേക്കാണ് വരുന്നത്. അങ്ങനെ വരുന്നത് അപ്പോൾ ഇത്തരം ഒരു പ്രസ്താവനയിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്
നമുക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത്തരം ഒരു സമീപനം എന്ന് പറയുന്നത് ഒരു ഭരണാധികാരിക്ക് ഭൂഷണം ആയിരിക്കില്ല എന്നാണ് നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്, അക്കാര്യത്തെപ്പറ്റി പറയാനുള്ളത്. പിന്നെ അതോടൊപ്പം ഈ മറ്റു പറഞ്ഞ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാവുന്നതുപോലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ മനുഷ്യനെ ചേർത്ത് നിർത്തുന്നതിനുള്ള ഒരു സംവിധാനവും അതിനുവേണ്ടിയുള്ള ഒരു ഭാഗമാക്കി മാറ്റാനുള്ള ഒരു വിശാലത എല്ലാ സമൂഹവും കാണിക്കേണ്ടതാണ്. അത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും എല്ലാവരും കാണിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മുടെ പ്രധാന പോയിന്റ് ഇതാണ്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ബോധപൂർവം ഒരു ഹിന്ദുത്വ രാഷ്ട്രീയക്കാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ അത്തരം ഒരു കാര്യം ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ചെയ്യത്തില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നാണ്. കാരണം ക്രൈസ്തീയ സഭകളടക്കം വലിയ രീതിയിൽ ഒരു വോട്ട് ബാങ്ക് ആണ് BJP-യുടെ. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പല വിഷയങ്ങളിലും. അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ മുനമ്പം പ്രശ്നത്തിലടക്കം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മുനമ്പം പ്രശ്നത്തിലടക്കം ക്രൈസ്തവ സഭകളുടെ ഭാഗത്ത് നിന്ന് നേരിട്ട് അവിടെ ചെന്ന് പിന്തുണ രാഷ്ട്രീയ പാർട്ടി എന്ന അടിസ്ഥാനത്തിൽ നൽകുകയും പിന്നെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് പിന്നെ BJP-ക്കാരാണല്ലോ. പിന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒക്കെയാണ് അല്ലാതെ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ കക്ഷികൾ എന്ന് പറയുന്നത്, അല്ലാതെ മറ്റാരും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത്തരമൊരു സമീപനം BJP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാൻ, സമാധാനം തകർക്കാനുള്ള ശ്രമം ബോധപൂർവം ഉണ്ടാകുകയില്ല എന്നുള്ളത് ഉറപ്പാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പ്രാദേശികമായ വിഷയങ്ങൾ കൃത്യമായി നമുക്ക് അറിഞ്ഞുകൂടാ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു സർക്കാർ സ്കൂളുകളിൽ ഇതിനിപ്പം ഈ വിഷയത്തിൽ തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ വളരെ ശക്തമായിട്ട് ഈ ഒരു കാര്യത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. BHP പ്രവർത്തകരുടെ, അവർക്ക് BJP-യിലെ പ്രവർത്തകരാണ് അവരെങ്കിൽ തീർച്ചയായിട്ടും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കളയുന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. BJP പ്രസിഡന്റ് ഇതിനോട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് സ്കൂളിൽ ഔപചാരികമായി ഇത്തരം ആഘോഷം ഒരേ ഡ്രസ്സോടുകൂടിയൊക്കെ നടത്തുകയൊക്കെ ചെയ്ത അവസരത്തിൽ അവിടെ അപ്പം അങ്ങനെ ചെയ്യുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അപ്പം അതിനെ അവിടെ ആരോ ചോദ്യം ചെയ്യുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്തു. അത് പിന്നീട് അത് വലിയൊരു പ്രശ്നമാക്കാൻ വേണ്ടി അത് എടുത്തുകൊണ്ടുപോയി. ഇവിടെയുള്ള എനിക്ക് തോന്നുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുമസ് ആഘോഷങ്ങളൊക്കെ മതത്തിന്റെ വേലിക്കെട്ടിനപ്പുറം നിന്നുകൊണ്ട് നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ അപ്പൂപ്പൻ ഡ്രസ്സൊക്കെ ധരിച്ച് അത്തരം രീതിയിൽ പങ്കാളികളാവാറുണ്ട്. പക്ഷെ നമ്മളൊരു ശ്രീകൃഷ്ണ ജയന്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷു പോലുള്ള ആഘോഷങ്ങളൊന്നും അത്ര രീതിയിൽ ഈ എത്ര ക്രൈസ്തവ വിശ്വാസികൾ അല്ലെങ്കിൽ എത്ര മുസ്ലിം വിശ്വാസികൾ ആഘോഷിക്കാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ കണ്ടുവരുന്ന ഒരു വസ്തുതയാണ്. സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി റിജിഡാണ് അത്തരം കാഴ്ചപ്പാടുകൾ. അതിനകത്ത് സംശയമൊന്നുമില്ല. മതം നമുക്കറിയാമല്ലോ, സെമിറ്റിക് മതങ്ങളും അല്ലാത്ത മതങ്ങളും തമ്മിലുള്ള വ്യത്യാസപ്പെട്ട് നമുക്കറിയാമല്ലോ. ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാരതീയ സമൂഹം എന്ന് പറയുന്നത് അതിനെ അങ്ങനെയല്ല കാണുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിശ്വാസങ്ങളെയും സ്വാംശീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെയാണ് അങ്ങനെയാണ് നൂറ്റാണ്ടുകളെ നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെയാണല്ലോ. അതൊരു പിന്നെ ആരെയും അങ്ങനെ ബോധപൂർവമായി മാറ്റിയെടുക്കുന്ന ഒരു സമീപനം ഈ ഹിന്ദു സമൂഹത്തിലില്ല. ആഘോഷങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ നമ്മൾക്കിപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഈ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളോട് എപ്പോഴും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് ഹിന്ദു സമൂഹം എപ്പോഴും പൊതുവെ സ്വീകരിക്കാറുള്ളത്. പിന്നെ അല്ലാത്തതൊക്കെ വാർത്തയാകുന്നുണ്ട്. ഇപ്പോൾ ചില ക്ഷേത്രങ്ങളോടനുബന്ധിച്ചും ഒക്കെ ചില മറ്റ് മതസ്ഥരായ ആളുകൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊക്കെ വലിയ സംഭവങ്ങളും വാർത്തകളുമായി മാറാറുണ്ട്. എന്തെങ്കിലും ഒരു പരിപാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ചെയ്തു വരുമ്പോൾ നമ്മൾ കാണുന്ന വസ്തുത എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവമായി മാറും. അത് യാദൃശ്യമായി സംഭവിക്കുന്നത്. ഇവിടെ ഗണേശോത്സവം നടക്കാറുണ്ട്. ഗണേശോത്സവം എത്ര പേര് ഹൈന്ദവ ആഘോഷങ്ങളെ പൊതുവെ അങ്ങനെയല്ല കാണാറുള്ളത്. ഇവ തിരുവോണം പോലും, ഓണം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു അതിനകത്ത് ഉൾപ്പെട്ടു വന്ന കഥയേ ഉള്ളൂ. ബാബലിയുടെ കഥയൊക്കെ മാറ്റി നിർത്താം. കാരണം അതൊരു പിന്നെ പക്ഷെ ആ ഓണത്തെ പറ്റി പോലും ഓണാഘോഷം പോലും നടത്തരുതെന്ന്, അല്ലെങ്കിൽ ഓണാഘോഷം എന്ന് പറയുന്നത് നമ്മുടെ ആചാരം എന്ന് പ്രചരിപ്പിക്കുന്ന അതിലൂടെ ശക്തമായിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടുവരുന്നത്. അപ്പം ഈ ഇവർ കാണിക്കുന്ന ഹൈന്ദവ വിശ്വാസികൾ കാണിക്കുന്ന ഒരു സഹിഷ്ണുത മറ്റ് പലരും കാണിക്കുന്നില്ല എന്ന് താങ്കളുടെ നിരീക്ഷണം ശരിയാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത് എന്നുള്ളതാണ്. എന്തായാലും നമുക്കൊരു കാര്യം പറയാം, ഈ പിന്നെ ക്രിസ്തുമസ് അടക്കമുള്ള ആഘോഷങ്ങൾ ഭംഗിയായി നടക്കട്ടെ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇത് ഒരിക്കലും പിന്നെ ഇതൊരു ബോധപൂർവമായ സമീപനമായിട്ട് BJP-യോ പിന്നെ സംഘപരിവാർ പ്രസ്ഥാനമോ ഇപ്പോൾ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് എൻ്റെ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം. അത് ഒരു ബോധപൂർവമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുമെന്ന്, അവിടെ എവിടെയും ഉണ്ടാകുന്ന പ്രാദേശിക പ്രശ്നങ്ങളെ ഊതിപ്പെരിപ്പിക്കാതിരുന്നാൽ മതി
എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ക്രിസ്ത്യാനികളെ കൂടുതൽ തങ്ങളുടെ പക്ഷത്ത് ചേർത്ത് നിർത്താനുള്ള ബി.ജെ.പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ശ്രമങ്ങളെ അതിന്റെ അകത്തുള്ള അണികൾക്ക് പോലും ചില അണികൾക്കെങ്കിലും വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട് എന്നതല്ലേ ഈ ഒരു വിഷയത്തിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ ഉണ്ടാകാം. വേണ്ടി കാരണം സാധിക്കും? എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം RSSന്റെ സർസംഘചാലകായിരിക്കുന്ന മോഹൻ ഭഗവത് അദ്ദേഹം കഴിഞ്ഞ പള്ളി. ദിവസം നടത്തിയ പ്രസ്താവനയിൽ അയോധ്യ എന്ന് പറയുന്ന ഒരു വൈകാരിക പ്രശ്നമായതുകൊണ്ട് നമ്മൾ പിന്നെ അത് വിജയകരമായി ഏറ്റെടുത്ത് വിജയിപ്പിച്ചു. പക്ഷേ അത് ഒരു മാതൃകയാക്കി എടുത്തുകൊണ്ട് നാടുകളെ മസ്ജിദുകളുടെയും ഒക്കെ അടിയിൽ ഇത് പണിയണ്ട, അല്ലെ തപ്പി നടക്കണ്ട, ശിവലിംഗവും പ്രതിഷ്ഠവും തപ്പി നടക്കണ്ട എന്ന അദ്ദേഹത്തിൻ്റെ ആഹ്വാനവും അതിനെതിരെ ഈ സന്ത് സമിതി അടക്കമുള്ള ഹൈന്ദവ ആചാര്യന്മാർ വരികയൊക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഇപ്പോഴുണ്ട്. ഞാൻ പറഞ്ഞത് താങ്കൾ ഉന്നയിച്ചതുപോലെ ഈ BJPക്ക് അകത്ത് തന്നെ അങ്ങനെയുള്ള അഭിപ്രായമുള്ളവരുണ്ടാകാം, നമ്മൾ ഈ അങ്ങനെയുള്ളവരുണ്ടാകാം. അപ്പോൾ അവർ തമ്മിലൊരു ഫ്രിക്ഷൻ്റെ ഭാഗമായിട്ട് കൂടിയാകാൻ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്തായാലും അതിനകത്തൊരു സംയമനം പാലിക്കുക എന്നുള്ളതാണ്. അതിന് ഒരു അജണ്ടയായിട്ടും അതൊരു സംഭവമായിട്ടും എടുത്ത് കാണിച്ച് പർവ്വതീകരിക്കാതിരിക്കുകയാണ് ഉത്തമം എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.